89.6 FM സർഗക്ഷേത്ര. നമസ്കാരം നമസ്കാരം നമസ്കാരം. സർഗക്ഷേത്ര 89.6 FM ദേ ഉയരയുടെ സമയമാണ്. പറന്നുയരുവാൻ കൊതിക്കുന്നവർക്ക് ചിറകായി ഉയരെ. യെസ്, ഇത് നമ്മുടെ സർഗക്ഷേത്ര 89.6 FM. കൂടെയുള്ളത് RJ ദിവ്യയാണ്. ഇന്ന് നമ്മൾ ഒരു സ്പെഷ്യൽ കാര്യത്തെ പറ്റിയാണ് പറയുന്നത്. എല്ലാവർക്കും ഇന്ന് ഞാൻ പറയുന്ന കാര്യം എവിടേക്കോ എന്തൊക്കെയോ മനസ്സിൽ ചില സിനിമകളിലൂടെയും ചില കായിക വിനോദ വാർത്തകളിലൂടെയും ഒക്കെ അറിയാവുന്ന കാര്യമാണ്. ഇന്ന് ഞാൻ ഇവിടെ സംസാരിക്കാൻ പോകുന്നത് വെറും ഒരു കായിക വിനോദത്തെക്കുറിച്ച് മാത്രമല്ല, മറിച്ച് ചില മനുഷ്യരുടെ ആത്മവിശ്വാസത്തിൻ്റെയും കഠിനാധ്വാനത്തിൻ്റെയും ഏറ്റവും വലിയ അടയാളമായ ബോക്സിംഗ് എന്ന കായിക കലയെക്കുറിച്ചാണ്. യെസ്, പലരും ബോക്സിങ്ങിനെ വെറും ഒരു അക്രമ സ്വഭാവമുള്ള കളിയായിട്ടാണ് കാണുന്നത്. ഈ രണ്ടു പേർ മാത്രം പരസ്പരം ഇടിക്കുന്നു, ചോര ചീന്തുന്നു, ഇത് മാത്രമാണ് പലരുടെയും ചിന്ത. എന്നാൽ യഥാർത്ഥത്തിൽ ബോക്സിംഗ് എന്നത് എന്താണ് എന്നൊക്കെ നമുക്ക് ചോദിച്ചറിയണ്ടേ? അങ്ങനെ ചോദിച്ചറിയാൻ വേണ്ടിയിട്ട് ഒരാൾ ഇന്ന് നമ്മളുടെ ഉയരയിൽ നമ്മളോടൊപ്പം തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മളോടൊപ്പം ഒരാളുണ്ട്. അതാരാണ് എന്ന് എന്നേക്കാൾ കുറച്ചുകൂടെ നല്ല ഗംഭീരമായിട്ട് ഒരു ഇൻട്രോയോടെ ഒരാൾ പറയും. പക്ഷെ ഞാൻ പേര് പറയാൻ പോവുകയാണ്. യെസ്, അൽത്താഫ് ഹുസൈൻ. വെൽക്കം ടു സർഗക്ഷേത്ര 89.6 FM. ദേ ഉയരയിലേക്ക് സ്വാഗതം. പറഞ്ഞാട്ടെ, ഒരു ബോക്സർ എന്ന നിലയ്ക്ക് എങ്ങനെയാണ് ഒരു ഇൻട്രൊഡക്ഷൻ ഞങ്ങൾക്ക് തരുന്നത്? നമസ്കാരം, ഞാൻ അൽത്താഫ് ഹുസൈൻ, പത്തനംതിട്ട ജില്ല. ഞാനിപ്പോ ബോക്സിംഗ് കോച്ചായിട്ട് പിന്നെ ബോക്സറായിട്ടും പ്രാക്ടീസ് ചെയ്യുന്നു. ഞാൻ ഒരു നാല് വർഷമായിട്ട് ബോക്സിംഗിലാണ്. ബോക്സിംഗിന്റെ ഇതില് മുമ്പോട്ട് പോകുന്നുണ്ട്. പിന്നെ 2022 ഫസ്റ്റിലെ ബോക്സിംഗ് ടൂർണമെന്റിൽ പങ്കെടുക്കുന്നത്. അതെനിക്ക് സ്റ്റേറ്റ് 4th ഉണ്ടായിരുന്നു. 51 kg കാറ്റഗറിയിലായിരുന്നു 4th ഉള്ളത്. പിന്നെ കേരള റെപ്രസെന്റ് ചെയ്ത് ഞാൻ മത്സരിച്ചിട്ടുണ്ട്. 2 വട്ടം മത്സരിച്ചിട്ടുണ്ട്. കേരള റെപ്രസെന്റ് ചെയ്ത് തമിഴ്നാടുമായിട്ട് മത്സരിച്ചിട്ടുണ്ട്. പ്രോ ബോക്സിംഗില് അമച്ചർ 2 വട്ടം മത്സരിച്ചിട്ടുണ്ട്. ഒരു വട്ടം 4th ഒരു വട്ടം 5th ഇതായിരുന്നു. പിന്നെ പത്തനംതിട്ടയിലാണെങ്കിൽ പ്രത്യേകിച്ച് കോച്ചിങ്ങും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ പിന്നെ എന്റെ കോച്ചിന്റെയും കൂടെ സർട്ടിഫിക്കറ്റ് എടുക്കാൻ തീരുമാനിച്ചത്. അങ്ങനെ പഞ്ചാബ് പാട്യാലയിൽ നിന്നാണ് ഇത് ബോക്സിംഗിന്റെ NISന്റെ സായി പഠിച്ചാണ് അവിടെ ബോക്സിംഗിന്റെ സർട്ടിഫിക്കറ്റ് എടുക്കുന്നത്, കോച്ചിന്റെ എടുക്കുന്നത്. ഓക്കെ, അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബോക്സറിന് ഉപരിയായിട്ട് ഒരുപാട് പേരെ ബോക്സിംഗ് പഠിപ്പിക്കണം എന്നുള്ള ഒരു ലക്ഷ്യവുമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരാളെ തന്നെയാണ് നമ്മളുടെ ഒപ്പം കിട്ടിയിരിക്കുന്നത്. യെസ്, അപ്പോൾ ശരിക്കും പറഞ്ഞാലേ ഞാൻ ഒറ്റ കാര്യം ചോദിച്ചോട്ടെ. പലരും ബോക്സിങ്ങിനെ വെറും ഒരു അക്രമ സ്വഭാവമുള്ള വയലന്റ് ആയിട്ടുള്ള ഒരു കായിക വിനോദമായിട്ടാണ് കാണുന്നതും പറയുന്നതും ഒക്കെ. ഓക്കെ, എന്നാൽ ഇതൊരു വലിയ ആർട്ടാണ്, അല്ലെ ഒരു പൊതുധാരണ മാത്രമാണ് എന്ന് പ്രതികരിക്കുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും അതിനെപ്പറ്റി പറയാ? അല്ല, ഒരിക്കലും ഒരു വയലന്റ് സ്പോർട്ടല്ല ബോക്സിംഗ്. ഇപ്പൊ പലരും ക്ലബിൽ പോലും ബോക്സിംഗിലെ സ്റ്റുഡൻസിനെ ചേർക്കാൻ വരുമ്പോൾ ഇടി ഇട്ടുവോ എന്നുള്ള പേടി അങ്ങനെ കഴിയുക. പക്ഷെ ബോക്സിംഗിലെ ഏറ്റവും കൂടുതൽ ഡിഫൻസ് ആണ്. നമ്മൾ അറ്റാക്കിനേക്കാളും കൂടുതൽ നമ്മൾ ഡിഫൻസ് ആണ് കൊടുക്കുന്നത്. നമ്മുടെ ബോഡി എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യാമെന്നാണ് നമ്മൾ ഒരു ബോക്സിംഗിലൂടെ മെയിൻ ആയിട്ട് പഠിപ്പിക്കുന്നത്. പിന്നെ നമ്മൾ ബോക്സിങ് പഠിക്കുമ്പോൾ നമ്മൾ ഓക്കെ മെന്റലി ഫിസിക്കലി എല്ലാം ഓക്കെ ആവണം ചെയ്യുന്നത്. ഒരിക്കലും ഒരു നല്ലൊരു വയലൻസ് ഉള്ള ആൾ പോലും ബോക്സിങ്ങിലൂടെ അയാളുടെ ശാന്തനാവുകയാണ് ചെയ്യുന്നത്. അയാൾക്ക് ബോക്സിങ്ങിലൂടെ അയാളുടെ ടെമ്പർ കുറയ്ക്കാൻ പറ്റും. എനിക്ക് നല്ല വയലൻസ് ഉണ്ടായിരുന്നു ഫസ്റ്റ് നേരത്തെയൊക്കെ. പക്ഷെ നമ്മൾ ബോക്സിങ്ങിലൂടെ നല്ലൊരു മാർഷൽ ആർട്ട്, ബോക്സിങ് നല്ല ഏതൊരു മാർഷൽ ആർട്ടാണെങ്കിൽ പോലും നല്ലൊരു മാർഷൽ ആർട്ട് പഠിച്ച ഒരാളാണെങ്കിൽ ഒരിക്കലും വയലന്റ് ആവത്തില്ല. അയാൾ ഭയങ്കര പീസ് ആയിരിക്കും. വേറെന്താ, നമ്മള് ബോക്സിങ് എപ്പോഴും ഓക്കെയാണ്. നമ്മള് ഇപ്പോ ഫിസിക്കലി നമ്മളൊരു ടൂർണമെന്റ് ലെവലിൽ പോയില്ലെങ്കിൽ പോലും ഒരു ഫിസിക്കലി ഫിറ്റ് ആവാനും മെന്റലി ഓക്കെ ആവാനും ഇപ്പൊ തന്നെ ക്ലാസ്സില് ഒരു 25-28 പ്രായമുള്ള ഗേൾസ് ഒക്കെ ഒന്ന് പഠിക്കുന്നുണ്ട്. അപ്പൊ അവർക്ക് ഇപ്പൊ ജോലി കാര്യങ്ങൾ അങ്ങനെ സ്ട്രെസ് കുറയ്ക്കാൻ തന്നെ അവരൊന്ന് ബോക്സിങ് പഠിക്കുന്നത്. പിന്നെ സെൽഫ് ഡിഫൻസിന് പഠിക്കുന്നവരുണ്ട്. ഒരിക്കലും വയലന്റ് സ്പോർട്ടാണെന്ന് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. ഒരു ആർട്ടാണ്. ഒരു ചെസ് കളിക്കുന്നവരാണ് ബോക്സിങ്. നമ്മൾ ഒരിക്കലും വയലൻസിൽ ഒരിക്കലും ബോക്സിങ് വിജയിക്കാൻ പറ്റത്തില്ല. ചെസ് കളിക്കുന്നില്ല, നല്ല ബുദ്ധി ഇത് വേണം, നല്ല പേഷ്യൻസ് വേണം. പേഷ്യൻസ് ഉണ്ടെങ്കിൽ നമുക്കൊരു മാച്ച് വിജയിക്കാനും തന്നെ പറ്റത്തുള്ളൂ. ഓക്കെ. എന്തായാലും നമ്മളിത് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഏകദേശം നമുക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. പക്ഷെ കുറച്ച് കാര്യങ്ങളുടെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവാനുമുണ്ട്. അൽത്താഫ് ഹുസൈൻ നമ്മളുടെ കൂടെ തന്നെ കാണും കൂടുതൽ ബോക്സിംഗ് വിശേഷങ്ങളുമായിട്ട്. ഇത് സർഗക്ഷേത്ര 89.6 FM, കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര.
വെൽക്കം ബാക്ക് ടു സർഗക്ഷേത്ര 89.6 FM. കൂടെയുള്ളത് RJ ദിവ്യയാണ്. RJ ദിവ്യയും അതേപോലെ തന്നെ നമ്മളുടെ പ്രിയപ്പെട്ട ഗസ്റ്റും കൂടെയുള്ളത് എവിടെയാണ്? ഉയരയിലാണ്. യെസ്, നമ്മൾ ഇന്ന് ഉയരയിൽ അറിയുന്നത് നമ്മളുടെ സ്വന്തം ബോക്സിങ്ങിനെ പറ്റിയിട്ടാണ്. യെസ്, നമുക്ക് എല്ലാവർക്കും പഠിക്കാൻ ആഗ്രഹമുള്ള ഒരു കായിക വിനോദം തന്നെയാണ് ബോക്സിങ്. അപ്പോൾ ആ ബോക്സിങ്ങിനെ പറ്റി നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയണ്ടേ, അടുത്തറിയണ്ടേ? യെസ്, നമ്മളുടെ കൂടെ ഉള്ളത് അൽതാഫ് ഹുസൈൻ ആണ്. അൽതാഫ്, ഞാനേ ഒരു കാര്യം ചോദിക്കട്ടെ. ബോക്സിങ്ങിനെ പറ്റി പെട്ടെന്ന് പറയുമ്പോഴേ അമേച്ചർ ബോക്സിങ്, പ്രൊഫഷണൽ ബോക്സിങ് എന്ന് രണ്ട് തരത്തിൽ ഞാൻ കേട്ടിട്ടുണ്ട്. ശരിക്കും എന്താണ് ഇത് തമ്മിലുള്ള വ്യത്യാസം, എന്താണിത്? പിന്നെ അതുപോലെ തന്നെ നമുക്കറിയേണ്ട ഒരു കാര്യം, ഒരു തുടക്കക്കാരൻ ഇതെങ്ങനെ മനസ്സിലാക്കണം എന്നുള്ള കാര്യം കൂടെ പറഞ്ഞു തരുമോ? ഓക്കെ, ഞാൻ പറയാം. ഇപ്പോ അമച്ചർ ബോക്സിംഗ് എന്ന് പറഞ്ഞാൽ നമ്മള് ഒരു ജൂനിയർ ലെവൽ തൊട്ടുള്ള മത്സരങ്ങളുള്ളതാണ് അമച്ചർ ബോക്സിംഗ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ സ്കൂളിൽ പഠിച്ചു, കോളേജിൽ പഠിച്ചു, ആ ഒരു ലെവൽ പോകുന്നതാണ് ഈ അമച്ചർ ബോക്സിംഗ് എന്ന് പറഞ്ഞാൽ. നമുക്ക് ചെറിയ പ്രായം തൊട്ട് അമച്ചർ ബോക്സിൽ പങ്കെടുക്കാം. അതിനാണെങ്കിൽ വലിയ ഇഞ്ചുറീസ് കാര്യങ്ങളും വരത്തില്ല, വലിയ ഹാർഡല്ല. ഇപ്പൊ പ്രോ ബോക്സിംഗ് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ സ്കൂള്, കോളേജ്, അതാണ് ഒരു അമച്ചർ ബോക്സിംഗ് എന്ന് പറഞ്ഞ ലെവല്. പക്ഷെ പ്രൊഫഷണൽ ബോക്സിംഗ് എന്ന് പറയുമ്പോൾ ഡയറക്റ്റ് നമ്മൾ ജോലിക്ക് പോകത്തില്ല, ഒന്നും പഠിക്കാതെ പെട്ടെന്ന് ജോലിക്ക് പോകത്തില്ല. വലിയ എല്ലാം പഠിച്ച് തികഞ്ഞിട്ട് ജോലിക്ക് പോകുന്ന ഒരു ടൈപ്പാണ്. അവിടെ ഭയങ്കര ഹാർഡാണ്. ഇപ്പൊ ഒരു മാച്ചസ് വരുവാണെങ്കിൽ പോലും, ഒരു അമച്ചർ മാച്ചസ് വരുവാണെങ്കിൽ പോലും നമുക്കൊരു 3 റൗണ്ടാണ് മാക്സിമം വരുന്നത്. പിന്നെ പോയിന്റ് ആണ് അവിടെ കണക്കൂടുന്നത്. നമ്മൾ കറക്റ്റ് ടെക്നിക്കായിട്ടുള്ളതും കറക്റ്റ് പോയിന്റ് ആയിട്ട് പഞ്ച് ചെയ്യുന്നുള്ളതും നമ്മളെ ഫോൾട്ടുകൾ അവർ പെട്ടെന്ന് നോട്ട് ചെയ്യും. നമ്മളെ ഫൗൾസ് കൂടുതലാണ് ഇപ്പൊ ഈ അമച്ചർ ബോക്സിംഗിൽ. പക്ഷെ പ്രോ ബോക്സിംഗ് വരുമ്പോൾ അങ്ങനെയല്ല. നമ്മൾ എത്ര ഹാർഡായിട്ട് ഹിറ്റ് ചെയ്യുന്നോ, ആളുടെ ഒപ്പോണന്റിനെ എത്ര ഹാർഡായിട്ട് നമ്മൾ വീഴ്ത്തുന്നോ, അതാണ് പ്രോ ബോക്സിംഗിൽ നോക്കുന്നത്. പ്രോ ബോക്സിംഗിൽ ചിലപ്പോൾ 4 റൗണ്ട് തൊട്ട് 12 റൗണ്ട് വരെ വരാം. 12 റൗണ്ട് നിൽക്കാനുള്ള കപ്പാസിറ്റി ആണ്. അത്രയ്ക്ക് പ്രൊഫഷണൽ ആയിട്ടുള്ളവരാണ് ഈ പ്രോ ബോക്സിംഗിൽ ഇറങ്ങുന്നത്. ഈ അമച്ചർ ലെവൽ തന്നെ നല്ല അച്ചീവ്മെന്റ് ഉള്ളവരാണ് ഈ പ്രോ ബോക്സിംഗിലോട്ട് പോകുന്നത്. ഡയറക്റ്റ് ഒരിക്കലും ആരും പ്രോ ബോക്സിംഗിലോട്ട് പോകത്തില്ല. ഓക്കെ, ബോക്സിംഗ് അപ്പൊ ശരിക്കും പറഞ്ഞാൽ വെറും ഒരു കായിക വിനോദം മാത്രമല്ല, അതൊരു ജീവിതം തന്നെയാണ് നിങ്ങളുടെ, അല്ലേ? അതാണ്. നമ്മളിപ്പോ അമച്ചർ ബോക്സിംഗിന്റെ പ്രോ ബോക്സിംഗിന്റെ കാര്യം ചോദിച്ചില്ല. ഇപ്പൊ നമ്മള് ഇപ്പൊ ഈ അമച്ചർ ലെവൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം ജില്ല ജയിക്കുന്നു, സ്റ്റേറ്റ് ജയിക്കുന്നു, പിന്നെ നമ്മള് നാഷണൽസ് പോകുന്നു, പിന്നെ ഏഷ്യ മത്സരങ്ങൾ, ഒളിമ്പിക് ലെവൽ പോകുന്നു. അതാണ് അമച്ചർ ലെവൽ എന്ന് പറയുന്നത്. പ്രോ ബോക്സിംഗ് എന്ന് പറഞ്ഞാൽ അതൊരു വേറെ ടൈപ്പാണ്. നമ്മൾ ഫസ്റ്റിലെ ഒരു പൈസ സമ്പാദിക്കാൻ വേണ്ടിയുള്ളത് ഒരു കാര്യം കൂടെ അതിനകത്തുണ്ട്. പിന്നെ അത് നമുക്ക് ഒരുപാട് സ്പോൺസേഴ്സ് വരും, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. പിന്നെ ഇഞ്ചുറീസും കൂടുതലാണ്. ഈ പ്രോ ബോക്സിംഗ് ഇഞ്ചുറീസും കൂടുതലാണ്. നമ്മൾ അതിന്റെ അകത്ത് ഒത്തിരി സേഫ്റ്റി കാര്യങ്ങൾ കുറവാണ്. ഈ ഹെഡ് ഗിയർ ഉണ്ട്, നമ്മൾ ബോക്സിംഗിൽ ഉപയോഗിക്കുന്ന ഹെഡ് ഗിയർ ഉണ്ട്. ഇതൊന്നും ഉപയോഗിക്കാതാണ് പ്രോ ബോക്സിംഗിൽ പോകുന്നത്. അമച്ചർ പക്ഷെ നേരെ തിരിച്ചാണ്. ഒരുപാട് സേഫ്റ്റിയോടെ കളിക്കുന്ന കളിയാണ് അമച്ചർ മാച്ചുകൾ വരുന്നത്. ഓക്കെ, അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ബോക്സിങ്ങിന് നമ്മളെ പഠിപ്പിക്കുന്നത് എങ്ങനെ അടിക്കണം എന്നല്ല, മറിച്ച് എത്ര ശക്തമായി അടി കിട്ടിയാലും തളരാതെ എങ്ങനെ മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ്, അല്ലേ? അതെ. അതിനേക്കാളും കൂടുതൽ ഡിഫൻസും കൂടെ ആണ്. ഡിഫൻസ് ആണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ്. നമ്മുടെ ബോഡി എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ ദേ നമ്മളുടെ കൂടെ അൽതാഫ് ഹുസൈൻ ഇവിടെ എന്തായാലും കാണും. കുറച്ച് ഏറെ വിശേഷങ്ങൾ ഈ ഒരു കാര്യം, അതായത് നമ്മളുടെ ബോക്സിംഗ് പഠിക്കണം എന്ന ആഗ്രഹവുമായി ഇപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും എങ്ങനെ അതിലേക്ക് എത്തിച്ചേരാം, കറക്റ്റായിട്ട് അത് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തു പോകാം എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മളുടെ അൽതാഫ് ഹുസൈനോട് ചോദിച്ച് മനസ്സിലാക്കാം. ഇത് സർഗക്ഷേത്ര 89.6 FM, കാതോരം കരുതലായി, കാലത്തിനൊപ്പം. കൂടെയുള്ളത് RJ ദിവ്യയാണ്. 89.6 FM സർഗക്ഷേത്ര. അങ്ങനെ നമ്മളിതേ ഉയരയിൽ ഒരുപാട് ബോക്സിംഗ് വിശേഷങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളുടെ കൂടെയുള്ളത് അൽതാഫ് ഹുസൈൻ ആണ്. അപ്പോൾ അൽതാഫ് ഹുസൈൻ ഒരു കോച്ചായും അതേപോലെ തന്നെ ഒരു ബോക്സർ കോമ്പറ്റേറ്ററുമായിട്ടും ഒക്കെ ഇങ്ങനെ നിലകൊള്ളുമ്പോൾ ഒറ്റ കാര്യം മാത്രമേ അൽതാഫിനോട് ഇപ്പോൾ എനിക്ക് പറയാനുള്ളൂ. അൽതാഫെ, വെൽക്കം ബാക്ക് ടു ഉയരെ. ഓക്കെ, ലോക പ്രശസ്ത ബോക്സിംഗ് താരം മുഹമ്മദ് അലി ഒരിക്കൽ പറഞ്ഞതായിട്ട് ഞാൻ വായിച്ചിട്ടുണ്ട്. റിങ്ങിൽ നിങ്ങൾ വീണു പോകുന്നത് കൊണ്ടല്ല തോൽക്കുന്നത്, പകരം വീണ് കിടന്നിട്ട് എഴുന്നേക്കാൻ മടിക്കുന്നത് കൊണ്ടാണ് തോൽക്കുന്നത് എന്നുള്ള ഒരു കാര്യം. ഈ ഒരു കോട്ട് ഞാൻ ദേ ഇവിടെ അങ്ങോട്ട് കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരു ചോദ്യം ചോദിച്ചോളട്ടെ. ഒരാൾക്ക് എത്ര പ്രായം മുതലാണ് ബോക്സിംഗ് പരിശീലനം തുടങ്ങാൻ സാധിക്കുക? അതുപോലെ തന്നെ തുടക്കത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? നമുക്ക് ഒരു ബോക്സിംഗ് പരിശീലനത്തിൽ നമുക്ക് അത്യാവശ്യം ഒരു ഐക്യമുള്ള കുട്ടിക്ക് ബോക്സിംഗ് പഠിക്കാൻ പറ്റും. 4 വയസ്സ് 5 വയസ്സ് തൊട്ടുള്ള പഠിക്കുന്ന പിള്ളേരുണ്ട്. ആ സമയം തൊട്ടേ ഈ ബോക്സിങ്ങിലോട്ട് വരുന്ന പിള്ളേരുണ്ട്. പക്ഷെ നമുക്കൊരു ബോക്സിംഗ് മാച്ചസ് വരുമ്പോൾ ഒരു അമച്ചർ ലെവൽ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു 13 വയസ്സാണ് നമുക്ക് ഫസ്റ്റ് ഒരു ടൂർണമെന്റ് വരുന്നത്.
ആ സമയത്താണ് പ്രായം. ഫസ്റ്റ് നമുക്കൊരു മാച്ചസ് ഒരു നമ്മളൊരു കോമ്പാക്ട് ആണല്ലോ നടത്തുന്നത്, അപ്പൊ ഇഞ്ചുറീസ് കൂടുതലാണ്. അപ്പൊ ഒരു ചെറിയ പ്രായത്തിലെ ഇഞ്ചുറീസ് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ താങ്ങാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ചെറിയ പ്രായത്തിലെ മത്സരങ്ങളൊന്നും നമ്മൾ സംഘടിപ്പിക്കാത്തത്. പക്ഷെ ഒരു 13 വയസ്സ് തൊട്ട് നമുക്ക് ബോക്സിംഗ് മത്സരങ്ങൾ കാണാം. അത്ര വലിയ ഹാർഡ് ഹൈറ്റ് ഒന്നും കാണത്തില്ല, ചെറിയ മത്സരങ്ങൾ അപ്പത്തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്ക് ജൂനിയേഴ്സ് സ്റ്റുഡൻസ് ഉണ്ട്, അവരെല്ലാം 13 വയസ്സ് തൊട്ടാണ് മത്സരത്തിന് നമ്മൾ ഇറക്കുന്നത്. വരെ ക്ലാസ്സിൽ പോലും അവരെ സ്പാറിങ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുമല്ലോ, പ്രാക്ടീസ് ചെയ്യുമ്പോൾ പോലും സ്പാറിങ് പോലും നമ്മൾ ഈ ചെറിയ കുട്ടികളെ സ്പാറിങ് ചെയ്യിപ്പിക്കത്തില്ല. കാരണം ചെറിയ പ്രായത്തിൽ പെട്ടെന്ന് ഇഞ്ചുറീസ് വരാം ഹെഡിനൊക്കെ. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ നമ്മൾ നോക്കിയും കണ്ടുമൊക്കെ ചെയ്യണം. അതെ, നമ്മളിപ്പോ ക്രിക്കറ്റോ ഫുട്ബോളോ കളിക്കുന്ന പോലെയല്ല, നമുക്ക് ഒപ്പോണന്റ് എങ്ങനെയാണോ ബിഹേവ് ചെയ്യുന്ന പറയാൻ പറ്റത്തില്ല. ചിലപ്പോൾ നമ്മൾ ഇടിച്ചില്ലെങ്കിലും നമ്മളെ ഒപ്പോണന്റ് ഇടിക്കും. അപ്പൊ നമ്മൾ അതനുസരിച്ചുള്ള നമ്മള് ഇത് സേഫ്റ്റിയോടെ വേണം നമ്മൾ ഏതായാലും മൂവ് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ പഞ്ച് വരുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിനിമയിൽ കാണുന്ന പോലെ പെട്ടെന്നൊരു പഞ്ചിങ് ഒക്കെ എടുത്ത് ഒരു ഹീറോയിസം ഒന്നും കളിക്കാൻ പറ്റത്തില്ല. ഒരു മാസങ്ങളുടെ പറ്റത്തില്ല. ബോക്സിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ മാക്സിമം പേഷ്യൻസ് വേണം, നല്ലൊരു പേഷ്യൻസ് വേണം. നമ്മൾ ഒറ്റയടിക്ക് ഒരു മാച്ച് തീർക്കാൻ പറ്റത്തില്ല. അപ്പൊ നമ്മൾ മാക്സിമം പേഷ്യന്റോടാണ് ഒരു മാച്ച് കളിക്കുന്നത്. നമ്മളിപ്പോ ഒരു 3 റൗണ്ട് ഉണ്ടെങ്കിൽ നമ്മളൊരു ബോക്സിംഗ് മാച്ച് എന്ന് പറഞ്ഞാൽ 3 റൗണ്ട് എന്ന് പറയുമ്പോൾ ഒരു റൗണ്ട് എന്ന് പറയുന്നത് 3 മിനിറ്റ് ആണ് വരുന്നത്. അങ്ങനെ 3 മിനിറ്റ് എന്ന് പറയുമ്പോൾ 9 മിനിറ്റ് വരും ഒരു അമച്ചർ മാച്ച് വരുന്നത്. പക്ഷെ ആ 9 മിനിറ്റ് വേണ്ടി നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന മണിക്കൂറുകളായിരിക്കും പ്രാക്ടീസ് ചെയ്യുന്നത്. അത്രയും മണിക്കൂർ സ്റ്റാമിന ഉണ്ടാക്കിയെടുത്തിട്ടാണ് നമ്മൾ ഈ 3 മിനിറ്റ് വെച്ച് 3 റൗണ്ട് നിൽക്കാൻ വേണ്ടി നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പൊ അത്രയും ആ ഒരു റിംഗിൽ നമ്മൾ കയറുമ്പോൾ നമ്മൾ ടെൻഷനായിരിക്കും, ഭയങ്കരമായിട്ട് ക്ഷീണിക്കും, ഭയങ്കരമായിട്ട് സ്റ്റാമിന പോകും. അപ്പൊ അതിനുവേണ്ടി നമ്മൾ പ്രിപ്പയർ ആയിട്ട് പോകുമ്പോൾ അതേപോലെ പേഷ്യന്റ് ആയിരിക്കും. നമ്മൾ കറക്റ്റ് ഗ്യാപ്പ് നോക്കി, അല്ലെങ്കിൽ നമ്മൾ കറക്റ്റ് നമുക്ക് അവസരം നോക്കി നമ്മൾ പഞ്ച് ചെയ്യുക, നമ്മൾ വിജയിക്കുക. അതാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ബോക്സിംഗ് കേവലം അടിയും ഇടിയും മാത്രമാണെന്നുള്ള ഭൂരിപക്ഷം ആളുകളുടെ വിചാരം ദേ ഇവിടെ അൽത്താഫ് ഹുസൈൻ ഒരു അടിവരയിട്ട് ഫുൾ സ്റ്റോപ്പ് ഇട്ട് വെച്ചിരിക്കുകയാണ്. നമുക്കൊരു പാട്ട് കേട്ടാലോ? ഓക്കെ, സർഗിക് ക്ഷേത്ര 89.6 FM ഉയരയിൽ പാട്ട് വരുന്നുണ്ട്. കൂടെയുള്ളത് RJ ദിവ്യാണ്. 89.6 FM സർഗിക് ക്ഷേത്ര. അങ്ങനെ ബോക്സിങ്ങിനെ പറ്റി നമ്മൾ ഇങ്ങനെ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മളുടെ ഉയരയിൽ കൂടെയുള്ളത് RJ ദിവ്യാണ്. RJ ദിവ്യയുടെ കൂടെ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഒരുപാട് ജേതാവായിട്ടുള്ള നമ്മളുടെ സ്വന്തം അൽത്താഫ് ഹുസൈനും കൂടെയുണ്ട്. അൽത്താഫ് ഹുസൈൻ, ശരീരത്തിന്റെ കരുത്ത് മാത്രമല്ല ബോക്സിങ്ങിന് വേണ്ടത്, മനസ്സിന്റെ ഏകാഗ്രതയും അതുപോലെ തന്നെ പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കാനുള്ള ബുദ്ധിശക്തിയും സെക്കൻഡുകളുടെ വ്യത്യാസത്തിൽ ചുവടുകൾ വെക്കാനുള്ള തന്ത്രവും ഇതൊക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കൊണ്ടുവരണമെന്ന് ഓൾറെഡി നമ്മൾ സംസാരിച്ച് കഴിഞ്ഞ കാര്യമാണ്. അപ്പോൾ എനിക്ക് ഇതിനെയും ചോദിക്കാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാലേ, ഇന്നത്തെ കാലത്ത് കുഞ്ഞു കുട്ടികൾക്കും പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് സ്വയം പ്രതിരോധം, സെൽഫ് ഡിഫൻസ് വളരെ അത്യാവശ്യമുള്ള ഒരു കാലഘട്ടം തന്നെയാണിത്. അപ്പോൾ ആത്മവിശ്വാസം വളർത്താനും അടിയന്തര ഘട്ടങ്ങളിൽ സ്വയം സംരക്ഷിക്കാനും ഒക്കെ ആയിട്ട് ബോക്സിംഗ് പരിശീലനം എങ്ങനെയാണ് സഹായിക്കുന്നതെന്ന് പറയാമോ? പറയാം. ഇപ്പൊ ബോക്സിങ്ങില് ഇപ്പൊ നമ്മള് പെൺകുട്ടികൾ വരുന്നു, അപ്പൊ അവർക്ക് മാനസികമായിട്ട് ഒരാളുമായിട്ട് ഇപ്പൊ ഫൈറ്റ് ചെയ്തോ അല്ലെങ്കിൽ കോമ്പാക്ട് ചെയ്തോ പരിചയം കാണത്തില്ല. പക്ഷെ അവർക്ക് അതിനുള്ള പ്രതിരോധിക്കണമെന്നുള്ള ഇത് കാണും, ആഗ്രഹം കാണും. അപ്പൊ അവർക്ക് പെട്ടെന്ന് റിയാക്ഷൻ കുറവായിരിക്കും. ചിലർക്ക് നോർമലി ആണുങ്ങളെ പോലല്ല, പെൺകുട്ടികൾക്ക് ഒരു റിയാക്ഷൻ കൂടുതലായിരിക്കും. ഒരു പെട്ടെന്ന് ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഇടപെടുന്ന രീതികൾ ഭയങ്കര കുറവായിരിക്കും. നമ്മൾ ക്ലാസ്സിൽ ഇപ്പൊ ഫസ്റ്റ് ഈ ബോക്സിംഗ് മാത്രമല്ല പഠിക്കുന്നത്, ആ ബേസിക്കിന്റെ കൂടെ തന്നെ അവർക്ക് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളും പറഞ്ഞു കൊടുക്കും. അവർക്കൊരു മോട്ടിവേഷൻ ക്ലാസ് നമ്മൾ കൊടുക്കും. എങ്ങനെയാണ് ഒരു പ്രശ്നം വരുമ്പോൾ ഇടപെടേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ അതിനനുസരിച്ച് റിയാക്ട് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും, ആ സിറ്റുവേഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കും. ഒരു സെൽഫ് ഡിഫൻസ് നമ്മൾ ഫിസിക്കലി ഫിറ്റ് ആവുന്ന ആൾ എപ്പോഴും നല്ല കോൺഫിഡന്റ് ആയിരിക്കും, എന്ത് വന്നാലും നേരിടാൻ വേണ്ടി കോൺഫിഡന്റ് ആയിരിക്കും. അപ്പൊ അവർക്ക് സ്വയം ഒരു വിശ്വാസം, അവരുടെ മൈസെൽഫിലെ ഒരു വിശ്വാസം ഉണ്ടായിരിക്കും അവർക്ക്. നമുക്ക് ഇപ്പൊ എന്ത് പ്രശ്നം ഉണ്ടായാലും നേരിടാൻ പറ്റും, അല്ലെങ്കിൽ എവിടെ ഉണ്ടായാലും നമുക്ക് സംസാരിക്കാൻ പറ്റും, അല്ലെങ്കിൽ അത് കഴുത്ത് കൊണ്ടാണെങ്കിലും ആരോഗ്യം കൊണ്ടാണെങ്കിലും നേരിടാൻ പറ്റും എന്നൊരു കോൺഫിഡൻസ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ഇപ്പൊ ക്ലാസ്സിൽ വരുന്ന ഗേൾസ് സ്റ്റുഡൻസിനൊക്കെ. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പെൺകുട്ടികൾ ഒരുപാട് പേര് ബോക്സിംഗ് മേഖലയിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. ഉണ്ട്. നമ്മളിപ്പോ പുതിയ സിനിമകളൊക്കെ ഇറങ്ങിയ പിന്നെ കുറെ പേർക്ക് ബോക്സിങ്ങിലോട് വലിയ ആകർഷണം തോന്നിയിട്ടുണ്ട്. പണ്ട് ഈ കൂടുതലും ഈ കരോട്ട ഉള്ള കാര്യങ്ങളല്ല. പക്ഷെ ബോക്സിംഗ് ഏറ്റവും പണ്ടോട്ടേ ഉള്ള ഒരു മാർഷൽ ആർട്ടാണ് ബോക്സിംഗ്. പക്ഷെ ഇപ്പോ ഈ ആൾക്കാർ പലരും ക്രൈസ് കൊണ്ടാണ് വരുന്നത്. പക്ഷെ അത് വന്ന് ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്ത് കഴിയുമ്പോൾ അവർക്ക് തന്നെ ഒരു മറ്റൊരു മാർഷൽ ആർട്ട് പോലെ അല്ല ബോക്സിംഗ്. ബോക്സിംഗ് ഒരു പ്രത്യേക ഒരു ലോകമാണ്. അല്ലെങ്കിൽ ഇതുകൊണ്ട് കുറച്ച്
അവർക്ക് ഇമ്പ്രൂവ് ആകാൻ പറ്റുന്നുണ്ട് ലൈഫിൽ. ഒരു ഡിസിപ്ലിൻ ആയിട്ടുള്ള ലൈഫാണ് പോകുന്നത്. കറക്റ്റ് അവർക്ക് ഡെയിലി ഇന്നെ പോകുന്നു, വർക്കൗട്ട് ചെയ്യുന്നു, അവർക്ക് ബോഡി ഫിറ്റ് ആവുന്നു, ഫിസിക്കലി ഫിറ്റ് ആവുന്നു. പിന്നെ അവർക്ക് നല്ലൊരു കോൺഫിഡൻ്റ് ആയിട്ട് തന്നെയാണ് അവർ മുമ്പോട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ സെൽഫ് ഡിഫെൻസും അതുപോലെ തന്നെ ഡിസിപ്ലിനും ശാരീരിക ക്ഷമതയും ഒക്കെ വളർത്തിയെടുക്കാൻ ബോക്സിങ്ങിനേക്കാൾ വലിയ മികച്ച ഒരു മാർഗമില്ലെന്ന് തന്നെയാണ് അൽത്താഫ് ഹുസൈൻ നമ്മളോട് പറഞ്ഞു വെച്ചിട്ടുള്ള കാര്യം. അപ്പോൾ നമുക്കിനിയും നമ്മളുടെ ഉയരയിൽ ഒരു പാട്ട് കേൾക്കാം. അതിനുശേഷം ബോക്സിങ്ങിന്റെ കൂടുതൽ വിവരങ്ങൾ അൽത്താഫ് ഹുസൈനുമായിട്ട് ചോദിച്ച് മനസ്സിലാക്കാം. ഇത് സർഗക്ഷേത്ര 89.6 FM കാതോരം, കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. ജീവിതത്തോട് ഏറ്റവും കൂടുതൽ ഉപമിക്കാൻ പറ്റിയ ഒരു കായിക വിനോദം തന്നെയാണ് ബോക്സിംഗ്. ഇന്ന് നമ്മൾ ഉയരയിൽ സംസാരിക്കാൻ പോകുന്നതും സംസാരിച്ചു കൊണ്ടിരിക്കുന്നതും ഇതിനെ പറ്റി തന്നെയാണ്. ബോക്സിംഗ് ഇത് സർഗക്ഷേത്ര 89.6 FM ഉയരെയാണ്. കൂടെയുള്ളത് RJ ദിവ്യയാണ്. RJ ദിവ്യയുടെ കൂടെ അൽത്താഫ് ഹുസൈൻ ബോക്സറും ഇവിടെയുണ്ട്. നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം ബോക്സിംഗ് മേഖലയിലെ എന്തൊക്കെ കാര്യങ്ങളാണ്, നമ്മുടെ സംശയങ്ങളാണ് എന്നുള്ളതൊക്കെ ചോദിച്ച് മനസ്സിലാക്കാം. അപ്പോൾ അൽത്താഫ് ഹുസൈൻ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ബോക്സിംഗ് ഒക്കെ പഠിച്ച് ഒരു സമയം കഴിയുമ്പോൾ നമ്മൾ മത്സരത്തിലേക്ക് ഇറങ്ങുന്നു. അപ്പോൾ ഈ ഒരു മത്സരത്തിന് മുൻപായിട്ട് നടത്തുന്ന മെഡിക്കൽ പരിശോധനകൾ ഉണ്ടല്ലോ, എത്രത്തോളം കർശനമാണ് ഈ ഒരു പരിശോധനകൾ? അതുപോലെ തന്നെ കളിക്കാരുടെ മാനസികവും ശാരീരികവുമായിട്ടുള്ള ഫിറ്റ്നസ് പരിശോധിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ മാനദണ്ഡങ്ങളാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്ന പോലെ ഒന്ന് പറഞ്ഞു തരാൻ പറ്റുമോ? ഓക്കെ, അപ്പം മാനസികമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ക്ലാസ്സിൽ തന്നെ ഉള്ള അവർക്ക് ട്രെയിനിങ് കാര്യങ്ങൾ കൊടുക്കും. പിന്നെ മെഡിക്കൽ ഫിറ്റ്നസ് നമുക്ക് കർശനമാണ്. നമ്മളൊരു സബ് ജില്ലാ മത്സരത്തിന് ഇറങ്ങും, സ്കൂൾസ് സബ് ജില്ലാ മത്സരത്തിന് ഇറങ്ങിയപ്പോൾ പോലും മെഡിക്കൽ ഫിറ്റ്നസ് കാണിക്കാതെ ഇറങ്ങാൻ പറ്റത്തില്ല. അത് നമ്മൾ ഹാജരാക്കണം. അതിനകത്ത് നമ്മുടെ ECG എടുക്കും, നമ്മുടെ ബ്ലഡ് ചെക്ക് ചെയ്യുന്നത്, നമ്മുടെ BP, പിന്നെ നമ്മളെ എന്തെങ്കിലും അംഗവൈകല്യം ഉണ്ടോ, പിന്നെ കണ്ണിന്റെ കാഴ്ച, ഇതെല്ലാം നമ്മൾ ടെസ്റ്റ് ചെയ്യും. ടെസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ ബോക്സിങ്ങിൽ മെഡിക്കലി ഓക്കെ ആണെന്ന് ഡോക്ടറിന്റെ അപ്രൂവൽ കിട്ടിക്കഴിഞ്ഞാണ് ഒരു കുട്ടിയെ മാച്ചിലിറങ്ങുന്നത്. കാരണം ഒരു കോമ്പാക്ട് സ്പോർട്ട് ആകുമ്പോൾ എന്തെങ്കിലും ഒരു വയ്യാഴികയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇഞ്ചുറി ഉള്ള ഒരു കുട്ടിയാണെങ്കിൽ അവർക്കത് ഇഞ്ചുറി കുറച്ചുകൂടെ വലുതാകത്തേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ ഇഞ്ചുറി ഒന്നും ഇല്ല, ഫിറ്റായ ഒരു ആളെ മാത്രമേ നമ്മൾ ബോക്സിംഗ് മത്സരത്തിന് ഇറക്കത്തുള്ളൂ. അത് അത്രയ്ക്ക് കർശനമായിട്ടുള്ള കാര്യമാണ്. കാരണം എന്തേലും ഒരു പറ്റിപ്പോയി കഴിഞ്ഞാൽ ഇതിന്റെ അസോസിയേഷന് ഫുള്ള് അത് ബാധിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് കറക്റ്റ് ആയിട്ട് ഒരു മത്സരം നടക്കുമ്പോൾ അവിടെ ഒരു മെഡിക്കൽ ടീം ഉണ്ടായിരിക്കും. എന്തൊരു ഇഞ്ചുറി, കാരണം ഒരു മത്സരം നടക്കുമ്പോൾ അവിടെ എന്തായാലും ഒരു ഇഞ്ചുറി കാര്യങ്ങൾ ഉറപ്പായിട്ടുണ്ടാവും. അതുകൊണ്ട് ഒരു മെഡിക്കൽ ടീം ഉണ്ടാവും. അതേപോലെ ഇതെല്ലാം ചെക്ക് ചെയ്തിട്ടേ ഇറക്കത്തുള്ളൂ. അവിടെ വെച്ച് നമ്മളെ ചെക്ക് ചെയ്യും. ഈ മാച്ചിന് മുമ്പ് നമ്മൾ അവിടെ പോകുമ്പോൾ നമ്മൾ റിങ്ങിന്റെ അവിടെ വെച്ചിട്ട് ഒരു ഡോക്ടർ അവിടെ കാണും, നമ്മൾ അവിടെ വെച്ച് ചെക്ക് ചെയ്ത് നമ്മളെ പരിശോധിച്ചിട്ടേ ഇറക്കത്തുള്ളൂ. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഒരു വ്യക്തി ആ ഒരു കുറച്ച് കയറുകൾ കെട്ടിയ ആ ഒരു ചതുര ബോക്സിലേക്ക് ഇറങ്ങുന്നത് അല്ലേ? അതെ അതെ അതെ, എല്ലാം ഒരു വെയിറ്റ് പോലും, ഒരു ഗ്രാമിന്റെ വ്യത്യാസം മതി. നമ്മളാണെങ്കിൽ ബോക്സിങ്ങിലാണെങ്കിൽ നമ്മളെ മാറ്റി നിർത്തും, ഡിസ്ക്വാളിഫൈ ചെയ്തു പോകും. ഇപ്പൊ കഴിഞ്ഞിടയ്ക്ക് തന്നെ ഒരു ഇന്ത്യക്ക് വേണ്ടി ഇറങ്ങിയ ഒരു ലേഡിയുടെ ഇതുണ്ടായിരുന്നല്ലോ, ഗ്രാമിന്റെ വ്യത്യാസത്തിൽ മത്സരിക്കാൻ പറ്റില്ല, ഡിസ്ക്വാളിഫൈ ചെയ്ത് വിട്ടു. അതെല്ലാം കർശനമാണ്, എല്ലാ നിയമങ്ങളും എല്ലാവർക്കും ബാധകമാണ്. ഓക്കെ, അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിൽ പലതരം പോരാട്ടങ്ങൾ കണ്ടവരാണ് നമ്മൾ. എന്നാൽ റിങ്ങിലെ കയറുകൾക്കുള്ളിൽ ചോരയും വീർപ്പും കൊണ്ട് സ്വന്തം വിജയം എഴുതി ചേർക്കുന്ന കുറച്ച് പേരുടെ കഥകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ബോക്സിങ്ങിനെ പറ്റിയാണ് ഉയരയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് പേർക്ക് ബോക്സിംഗ് പഠിക്കണം. അത് ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ചില ചലച്ചിത്രങ്ങൾ കണ്ടതിൻ്റെ ബേസിലാവാം, ചില വീഡിയോസ് കണ്ടതിൻ്റെ ബേസിലാവാം. എന്താണേലും ആഗ്രഹം അങ്ങനെ ഒന്ന് മനസ്സിൽ കിടക്കുന്നുണ്ടെങ്കിൽ അത് ഏതൊക്കെ നേർവഴിയിലൂടെ നമുക്ക് പോകാം, അല്ലെങ്കിൽ എന്തൊക്കെ വിവരങ്ങൾ നമുക്ക് ശേഖരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാമെന്ന് നമുക്ക് അൽത്താഫ് ഹുസൈൻ പറഞ്ഞു തന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട്. അൽത്താഫ് ഹുസൈൻ ഇവിടെ എന്തായാലും ഉണ്ടാവും. സർഗക്ഷേത്ര 89.6 FM ഒരു പാട്ട് വരുന്നുണ്ട്, എല്ലാവരും കേട്ടോളൂ. 89.6 FM സർഗക്ഷേത്ര. അങ്ങനെ
വീണ്ടും നമ്മൾ ഉയരയിലേക്ക് പാട്ടുകളൊക്കെ കേട്ടിട്ട് തിരിച്ചെത്തിയിരിക്കുകയാണ്. ഇത് സർഗക്ഷേത്ര 89.6 FM. കൂടെയുള്ളത് RJ ദിവ്യയാണ്. RJ ദിവ്യയുടെ കൂടെ ഉയരയിൽ ഇന്ന് ഗസ്റ്റായി എത്തിയിരിക്കുന്നത് ബോക്സർ, നിലവിൽ ഒരുപാട് മത്സരങ്ങളിൽ ചാമ്പ്യൻ ആയിട്ടുള്ള, അതേപോലെ തന്നെ ബോക്സിംഗ് കോച്ച് കൂടിയായിട്ടുള്ള അൽത്താഫ് ഹുസൈൻ ആണ്. അൽത്താഫ് ഹുസൈൻ, ഈ ബോക്സിംഗ് ഒക്കെ മാറ്റി നിർത്തിയിട്ട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ? പാട്ട് പാടുന്ന ആളാണോ? ഈ ബോക്സിംഗ് മാറ്റി നിർത്തി കഴിഞ്ഞാൽ അൽത്താഫ് ഹുസൈനെ പരിചയപ്പെടുത്താനായിട്ട് എന്താണ് കാര്യമുള്ളത്? ഞാൻ ചെസ് ചാമ്പ്യനാണ്. ചെസ് കളിക്കും? മുനിസിപ്പാലിറ്റി ചാമ്പ്യനായിരുന്നു. ഓക്കെ, ചെസ് കളിക്കും, ഫുട്ബോൾ, ക്രിക്കറ്റ്. ശരിക്കും പറഞ്ഞാൽ സ്പോർട്സിലെ എല്ലാ മേഖലകളിലും തന്റേതായിട്ടുള്ള ഒരു ചുവടുപ്പ് നടത്തിയിട്ടുണ്ട്. അതെ. അപ്പൊ ചോദിക്കാൻ പറ്റിയ ഒരു കാര്യം ഞാൻ ചോദിക്കാൻ പോവാണേ. ഒരു കരിയർ എന്നതിലുപരി ഇന്നത്തെ തലമുറയുടെ വലിയ കുറച്ച് പ്രശ്നങ്ങളുണ്ടല്ലോ. അതായത് ഇപ്പോൾ ഒബസിറ്റി, പൊണ്ണത്തടി ആയിക്കോട്ടെ, ഇനി സ്ട്രെസ്, മാനസിക സമ്മർദ്ദങ്ങളായിക്കോട്ടെ, ഇവയൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പറയല്ലോ ഫിറ്റ്നസ് വർക്കൗട്ട് എന്ന നിലയിൽ ബോക്സിങ്ങിനെ എങ്ങനെ നമുക്ക് പ്രയോജനപ്പെടുത്താം? ബോക്സിങ്ങിനെ പ്രയോജനപ്പെടുത്താൻ ബോക്സിങ്ങിൽ കാർഡിയോ കൂടുതലാണ്. നല്ല ഹാർഡായിട്ട് കാർഡിയോ ചെയ്യണം ബോക്സിങ്ങില്. നമ്മളിപ്പോ നോർമലി നമ്മളിപ്പോ ജിമ്മിൽ പോകുന്ന ഒരാളെ വെയിറ്റ് ലിഫ്റ്റിങ്ങും പിന്നെ ചെറിയ ചെറിയ വർക്കൗട്ട്സും കാര്യങ്ങളും മാത്രമേ വരുന്നുള്ളൂ. അവർക്ക് വലിയ കാർഡിയോസ് വരുന്നില്ല. ബോക്സിങ്ങിൽ നല്ല കാർഡിയോ ആണ്. ഇപ്പോ നമ്മൾ റണ്ണിങ് നല്ല ചെയ്യും. നമ്മളൊരു റണ്ണേഴ്സിനെ പോലെ ഇപ്പോ പത്തനംതിട്ട നടന്ന തന്നെ മാരത്തണിൽ നമ്മളെ ക്ലബിലെ സ്റ്റുഡൻസ് എല്ലാം പങ്കെടുത്തിട്ടുണ്ട്. മാരത്തൺ എല്ലാ റണ്ണിങ് പ്രോഗ്രാമുകളിലും നമ്മൾ പങ്കെടുത്തിട്ടുണ്ട്. നമ്മുടെ ഒരു പാർട്ണർഷിപ്പ് നമ്മൾ അവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അത്രയും കാർഡിയോ ചെയ്ത് സ്റ്റാമിന നമ്മൾ ഇതുണ്ടാക്കുന്നുണ്ട്. അപ്പൊ അത്രയും കാർഡിയോ ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിന് ഒരു ഒരു നല്ലൊരു ഫിറ്റ്നസ് ആണ് ഉണ്ടാകുന്നത്. നല്ല സ്റ്റാമിനയും നല്ല ഇമ്പ്രൂവ്മെന്റും ആണ് ഉണ്ടാകുന്നത്. വണ്ണം കുറയ്ക്കാൻ വേണ്ടി ബോക്സിങ്ങിൽ വന്ന് ചേർന്നു എന്ന് പറഞ്ഞ കാര്യമില്ല. നമ്മളിപ്പോ കാർഡിയോ ചെയ്യുമ്പോൾ ഓൾറെഡി തന്നെ ഫിറ്റ് ആവും, ബോഡി ഫിറ്റ് ആവും. പിന്നെ നമ്മളിപ്പോ ജിമ്മിൽ പോലും പലതരത്തിലുള്ള ട്രെയിനേഴ്സ് ഉണ്ട്. ഇപ്പൊ സ്വിമ്മേഴ്സ് കാണും, പിന്നെ ബോക്സിംഗ് ട്രെയിനർ. എല്ലാവരും ഇപ്പൊ ബോഡി ബിൽഡിങ്ങിന് വേണ്ടി ചാമ്പ്യൻ ആകാൻ വേണ്ടി വരുന്നവരല്ലല്ലോ. ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള ട്രെയിനിങ് ആണ്. എല്ലാവരും ഒരേ വെയിറ്റ് ഇട്ടല്ല വർക്കൗട്ട് ചെയ്യുന്നത്. ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള ട്രെയിനിങ് ആണ്. ബോക്സേഴ്സിന് വലിയ വെയിറ്റ് ഇട്ട് വർക്കൗട്ട് ചെയ്യണമെന്നില്ല. അവർക്ക് വേണ്ട പാർട്സിന് മാത്രം അവർ ചെയ്യേണ്ട ഇന്ന കുറെ വെയിറ്റ് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്, വെയിറ്റ് ലിഫ്റ്റിംഗ് ഉണ്ട്. അത് മാത്രമേ അവർ ചെയ്യത്തുള്ളൂ. പിന്നെ കൂടുതൽ ഒരു കാർഡിയോ ആണ് ഒരു ഫോളോ അപ്പ് ചെയ്യുന്നത്. നല്ല സ്റ്റാമിന ബിൽഡ് ചെയ്യാൻ പറ്റും. കാർഡിയോ ചെയ്യുന്നതിലൂടെ നല്ലൊരു സ്റ്റാമിന ബിൽഡ് ചെയ്യാൻ പറ്റും ബോക്സിംഗ് വന്നതോടെ. ഓക്കെ, അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചാമ്പ്യന്മാർ ജിമ്മുകളിൽ നിന്നല്ല ഉണ്ടാകുന്നത്. അവരുടെ ഉള്ളിലെ ആഴമേറിയ ആഗ്രഹവും സ്വപ്നവും ലക്ഷ്യമാണ് അവരെ ചാമ്പ്യന്മാരാക്കുന്നത് എന്നുള്ളത് നമ്മുടെ മുഹമ്മദ് അലി, മഹാനായ ബോക്സിംഗ് താരം മുഹമ്മദ് അലി പറഞ്ഞിട്ടുള്ളത് എത്രയോ സത്യമാണ് അല്ലേ? അതെ. ഇപ്പൊ ഒരു ജിമ്മിന്റെ ഇതിന്റെ വലുപ്പത്തിലൊന്നും കാര്യമില്ല. നമ്മൾ എത്ര കഠിനാധ്വാനം ചെയ്യുന്നു അതനുസരിച്ച് നമുക്ക് ഏതൊരു സിറ്റുവേഷൻ ഇരുന്നാലും നമുക്ക് വിജയിക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ഒരു മികച്ച ബോക്സർ ആവാൻ വലിയ പേശികളും മസിൽമാനും ഒന്നും ആവണ്ട. തോൽക്കാൻ മനസ്സിലാത്ത ഒരു വലിയ ഹൃദയം മതി. അതെ, പിന്നെ ഹാർഡ് വർക്കും വേണം. യെസ്, അതാണ് പ്രധാനം അല്ലേ? ഡിസിപ്ലിൻ ആയിട്ടുള്ള ഒരു ലൈഫ് വേണം. നമ്മളിപ്പോ കറക്റ്റ് ആയിട്ടുള്ള ട്രെയിനിങ്ങും അതിന്റെ കൂടെ ഡിസിപ്ലിൻ ആയിട്ടുള്ള ലൈഫ് വേണം. ഇപ്പൊ നമ്മളിപ്പോ എല്ലാം പഠിച്ചു വെച്ചു, എന്നിട്ട് ട്രെയിനിങ് ഇല്ല എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും ചാമ്പ്യൻ ആവാൻ പറ്റില്ല. കറക്റ്റ് നമ്മൾ മാച്ചിന് വരെ നമ്മൾ കറക്റ്റ് ആയിട്ട് ട്രെയിനിങ് ചെയ്താൽ മാത്രമേ നമുക്ക് വിജയിക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ എന്തായാലും ഇതിലേക്ക് ചുവട് വെക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് എല്ലാവർക്കും ഇപ്പോൾ ഒരു 99% കാര്യങ്ങൾ ബോക്സിങ്ങിനെ പറ്റി അതിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇന്ന് സംസാരിച്ചു. ഇനിയും കൂടുതൽ വിശേഷങ്ങൾ നമുക്കറിയാം. ഇത് സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. അങ്ങനെ നമ്മളുടെ ഉയരയിൽ നിന്നും പോകാനുള്ള സമയം ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളുടെ കൂടെ നമ്മളുടെ സ്വന്തം ഗസ്റ്റ് ഉണ്ട്, അൽത്താഫ് ഹുസൈൻ. ഉയരയിലേക്ക് വീണ്ടും സ്വാഗതം പറയുകയാണ്. നമുക്ക് പോകാനുള്ള സമയമായിട്ടുണ്ട്. ഓക്കെ, ഒരു ബോക്സർ റിങ്ങിൽ കാണിക്കുന്ന ആ മിന്നൽ വേഗത്തിന്റെ പിന്നില് ഒട്ടനവധി രാത്രികളിലെ വിയർപ്പും രക്തവും അതുപോലെ ഒരുപാട് നാളത്തെ ഉറക്കമില്ലായ്മയും ഒക്കെ ഉണ്ട് അല്ലേ? ഓക്കെ, ജിമ്മിലെ കഠിനമായ പരിശീലനവും കർശനമായ ഭക്ഷണക്രമവും ഒക്കെ ഉണ്ട്. ഓക്കെ, എന്തായാലും ബോക്സിംഗ് ചരിത്രത്തിലേക്ക് നോക്കിയാൽ നമുക്ക് കാണാം അത് കേവലം ഒരു കളി മാത്രമല്ല, വലിയ സാമൂഹിക മാറ്റങ്ങളുടെ ആയുധം കൂടിയായിരുന്നു എന്നുള്ളത്. എന്തായാലും നമ്മളുടെ ഗസ്റ്റിനോട് ഇനി അവസാനമായിട്ട് ഒരു കാര്യം മാത്രമേ ചോദിക്കാനുള്ളൂ. ബോക്സിംഗ് ഒരു കരിയർ ആക്കി മാറ്റാൻ സാധിക്കുമോ? ഉറപ്പായിട്ട് സാധിക്കും. നമുക്ക് ഒരു സ്കൂൾ ലെവല് ഇപ്പോ
സ്കൂൾ ലെവലിൽ വരുന്ന സ്റ്റുഡൻസ് ഒരു 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയോട്ട് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് ഏറ്റവും കൂടുതൽ കോമ്പറ്റീഷൻ സ്കൂൾ ലെവലിൽ വരും. ഇപ്പൊ കേരള സിലബസിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ ഒരു 7ാം ക്ലാസ് 8ാം ക്ലാസ് തൊട്ട് അവർക്ക് മത്സരങ്ങൾ വരും. ആ സമയം തൊട്ട് ചിലപ്പോൾ ആദ്യമേ നമ്മൾ എന്താണ് സ്പോർട്സിൽ ഇന്ന് പഠിക്കുന്നത് എന്താ അറിയാം. നമ്മളിപ്പോ സ്കൂളിൽ പഠിക്കുന്നു, ബുക്ക് പഠിക്കുന്നു, ജയിക്കുന്നു, ഇത്ര മാർക്ക് കിട്ടുന്നു, അതുപോലല്ല. നമ്മൾ സ്പോർട്സിൽ നിന്ന് പഠിക്കുന്നത് ആദ്യം തോക്കാനാണ് പഠിക്കുന്നത്, തോറ്റ് കഴിഞ്ഞ് മുന്നേറാനാണ് പഠിക്കുന്നത്. അപ്പോ ഒരു കുട്ടി സ്പോർട്സിൽ നിന്ന് തോറ്റ് കഴിഞ്ഞിട്ട് ആ കുട്ടിക്ക് മുന്നേറുമ്പോൾ വീണ്ടും ആ കുട്ടി ജയിക്കാൻ വേണ്ടിയാണ് പ്രയത്നിക്കുന്നത്. അപ്പോ ആ കുട്ടി അപ്പൊ 8ാം ക്ലാസ് തൊട്ട് ഇറങ്ങുമ്പോൾ ആ കുട്ടിക്കാണെങ്കിൽ +2 വരെ പിന്നെ കിടക്കുവാണ്, അവസരങ്ങൾ ഇറക്കുവാണ്. പിന്നെ ആ കുട്ടി പിന്നെ തോക്കത്തില്ല ഒരിക്കലും. ഒരു വട്ടം തോറ്റ കുട്ടി പിന്നെ ജയിക്കാൻ വേണ്ടി എന്തും കഠിനാധ്വാനം ചെയ്ത് ജയിക്കും. അപ്പൊ അവർക്ക് അതിലൂടെ നല്ലൊരു കരിയർ ഉണ്ടാവും. പിന്നെ ഇപ്പോ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ ഇപ്പൊ മത്സരത്തിനിറങ്ങി അവർക്ക് ആ സർട്ടിഫിക്കറ്റ് കൊണ്ട് +1 അഡ്മിഷൻ കിട്ടും, സ്പോർട്സ് കോട്ടയിൽ അഡ്മിഷൻ കിട്ടും. +2 പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ +2 സ്പോർട്സ് കോട്ടയിൽ സ്റ്റേറ്റ് പാർട്ടിസിപ്പേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അവർക്കാണെങ്കിൽ ഏത് കോളേജിൽ വേണമെങ്കിലും സ്പോർട്സ് കോട്ടയിൽ അഡ്മിഷൻ കിട്ടും. ഇപ്പോ ഒരു അത്ലറ്റ് ലൈഫ് എന്ന് പറയുന്നത് ഒരു പ്രത്യേക ഒരു ലൈഫാണ്. അവർക്ക് അവരുടേതായ ട്രെയിനിങ്ങും അവരുടേതായ ഒരു സമയങ്ങളും വേണം. സ്കൂൾ കുട്ടികൾ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് വേണം. അവരുടെ പേരൻസും കൂടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവർക്ക് ഒരു നല്ലൊരു അച്ചീവ്മെന്റ്, നല്ലൊരു കരിയർ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇപ്പൊ പേരൻസ്, ഇപ്പൊ മിക്കവാറും പേരൻസുകളെല്ലാം പഠിക്കണം, 10A+ മേടിക്കണം, അല്ലെ 6A+ മേടിക്കണം +2. ഇതാണ് കൂടുതലും പറയുന്നത്. പക്ഷെ സ്പോർട്സിലും കൂടെ അവരെ സപ്പോർട്ട് ചെയ്താൽ, അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുത്താൽ അവർ ലൈഫിൽ നല്ലൊരു അച്ചീവ്മെന്റ് ഉണ്ടാക്കും, ഉറപ്പായിട്ടും ഉണ്ടാക്കാൻ പറ്റും. യെസ്. അപ്പോൾ നമ്മുടെ ജീവിതവും ഇതുപോലെ തന്നെയാണ് അല്ലേ? പരീക്ഷയിലെ പരാജയങ്ങളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും മാനസികമായ തകർച്ചകളും, അങ്ങനെ ജീവിതം നമ്മളെ പലതവണയായി ശക്തമായി പ്രഹരിച്ച് അതായത് നമ്മളെ അടിച്ച് താഴെ ഇടുന്നുണ്ടെങ്കിലും അപ്പോഴൊക്കെ നമ്മൾ ഒരു ബോക്സറെ പോലെ ചിന്തിക്കണം അല്ലേ? തിരിച്ച് എഴുന്നേക്കാനും അതിനെ നേരിടാനും മുന്നേറാനുമുള്ള ഒരു മനസ്സ് ഒരു ബോക്സറെ പോലെ തന്നെ നമുക്ക് ഉണ്ടാവണമെന്നാണ് നമ്മളോട് നമ്മളുടെ അൽത്താഫ് ഹുസൈൻ പറഞ്ഞു തന്നിട്ടുള്ളത്. അതേപോലെ തന്നെ ബോക്സിംഗ് നമ്മെ പഠിപ്പിക്കുന്ന കുറേ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അത് ജസ്റ്റ് ഞാനൊന്ന് അവസാനമായിട്ട് ഒന്ന് ചുരുക്കി പറഞ്ഞാൽ, അച്ചടക്കമാണ് പ്രധാനം. അതായത് സ്വന്തം ശരീരത്തെയും മനസ്സിനെയും നിയന്ത്രിക്കാനുള്ള കഴിവാണ് ഏറ്റവും വലിയ ഒരു കാര്യം. അതേപോലെ തന്നെ റിങ്ങിൽ എത്ര ക്രൂരമായി പോരാടിയാലും കളി കഴിഞ്ഞാൽ എതിരാളിയെ കെട്ടിപ്പിടിച്ചൊന്ന് ആദരിക്കാനുള്ള ഒരു വലിയ മനസ്സ്. യെസ്, ആദരവ്, റെസ്പെക്റ്റ് ആണ് അടുത്തതായിട്ടുള്ളത്. പിന്നെ സെൽഫ് കോൺഫിഡൻസ്, ആത്മവിശ്വാസം. ഏത് പ്രതിസന്ധിയെയും നേരിടാൻ ഞാൻ പ്രാപ്തനാണ് എന്നുള്ള ചിന്ത. ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ ബോക്സിങ്ങിലൂടെ പഠിക്കുന്നു എന്ന് തന്നെയാണ് നമ്മളുടെ സ്വന്തം ഗസ്റ്റ് അൽത്താഫ് ഹുസൈൻ, ബോക്സറും അതേപോലെ തന്നെ കോച്ചുമായിട്ടുള്ള അൽത്താഫ് ഹുസൈൻ പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ കാലത്ത് സ്വയം പ്രതിരോധത്തിനും ശാരീരിക ക്ഷമതയ്ക്കും ബോക്സിംഗ് വളരെ അത്യാവശ്യമാണ്. ഈ കായിക വിനോദത്തെ വെറും ഒരു അടിയായി കാണാതെ അതിലെ നന്മകളെയും പാഠങ്ങളെയും ഒക്കെ ഉൾക്കൊണ്ട് നമുക്ക് ഒരുപാട് മുന്നേറാൻ സാധിക്കട്ടെ, അതിലേക്ക് എത്തിച്ചേരാൻ സാധിക്കട്ടെ എന്നുള്ള ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ദേ ഇവിടെ ഉയരെ അവസാനിക്കാൻ പോവുകയാണ്. ഇത് സർഗക്ഷേത്ര 89.6 FM. നമ്മളുടെ ഗസ്റ്റിന് ഒരു വലിയ താങ്ക് യു പറയുന്നു. താങ്ക് യു സാർ. നന്ദി. ഓക്കെ. തോൽക്കാൻ മനസ്സിലാത്ത ഒരു പോരാളിയുടെ മനസ്സ് എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇവിടെ ഉയരെ അവസാനിക്കുകയാണ്. കൂടെ ഉണ്ടായിരുന്നത് RJ ദിവ്യയാണ്. ഇത് സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര.